നമ്മുടെ നാട്ടിൽ പഠനത്തോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ട പണമൊക്കെ കണ്ടെത്താനായി പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. തൃശ്ശൂർ കൊട്ടേക്കാട് സ്വദേശിയായിട്ടുള്ള ഗോഡ്വിൻ പകൽ മുഴുവൻ കോളേജിൽ പോകും. കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ തൻ്റേതായ ഈ ഫീസും മറ്റു കാര്യങ്ങളുമൊക്കെ അതുപോലെ തന്നെ വ്യക്തിഗതമായ ചിലവുകൾക്കും ഒക്കെ വേണ്ട പണം കണ്ടെത്താനുള്ള ഒരു ഓട്ടത്തിലാണ്. ഞാൻ മെക്കാനിക്കൽ ITIയിൽ ഞാൻ പഠിക്കുകയാണ്. ഒല്ലൂക്കരയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് 8 മണി തൊട്ട് 3:30 വരെയാണ് ക്ലാസ്. 3:30ക്ക് ശേഷമാണ് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ വന്ന് ഞാൻ വണ്ടി ഓടിക്കണത്. സ്വന്തമായിട്ട് വണ്ടിക്കില്ല? ഇല്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല. ഞാനത് കളക്ഷന് വേണ്ടിയിട്ടാണ് ഓടിക്കണത്. സ്വന്തമായിട്ട് നമ്മുടെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഗോഡ്വിൻ ഇങ്ങനെ ഓട്ടോ ഓടിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് തന്നെയാണോ അത് ചെയ്യുന്നത്? ഫുൾ എമൗണ്ട് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം രാവിലെ തൊട്ട് വണ്ടി ഓടാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഓടുന്ന കാശും അതേപോലെ ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ കാശും കൂടി കൂട്ടി വെച്ച് ബാക്കിയുള്ള പൈസ അമ്മയുടെ നിന്ന് വാങ്ങിയിട്ടാണ് ഫീസ് അടയ്ക്കണത്. 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തൃശ്ശൂർ ടൗണിൽ വണ്ടി ഓടി തുടങ്ങിയത്. 5ാം ക്ലാസ്സിലത്തെ മെയിൻ വെക്കേഷന് അപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു 750 രൂപ ഞാൻ കടം മേടിച്ച് നമ്മുടെ തൃശ്ശൂർ SS മണിയിൽ പോയിട്ട് ലോട്ടറി എടുത്ത് ആ ലോട്ടറി വിറ്റ കാശ് കൊണ്ട് ഞാൻ 14,000 രൂപ ഉണ്ടാക്കി. 14,000 രൂപയ്ക്ക് 2 സൈക്കിൾ ഞാൻ മേടിച്ചു. ഒരെണ്ണം എനിക്കും ഒരനിയനും മേടിച്ച് ബാക്കിയുള്ള പൈസ വീട്ടിലും കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ആ വിഷമം മനസ്സിലായി. കാരണം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച സൈക്കിളാകുമ്പോൾ മഴ പെയ്താലും തുരുമ്പ് വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കും. ഇപ്പോൾ 3 കൊല്ലം ഞാൻ ടൗണിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ വണ്ടി വീട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കണത്. ഇപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിൽ പോയിട്ടാണ് ഇനി വണ്ടി എടുക്കാൻ പോകുന്നത്. എയിം എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്നൊരു വലിയൊരു ആഗ്രഹം. അത് ചെറുപ്പം തൊട്ട് വണ്ടികളോടുള്ള ഒരു ക്രൈസ് എന്ന് പറയുക, വണ്ടി പ്രാന്തെന്നും പറയാം.